ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ദ ലാൻഡ് ഓഫ് സ്മൈൽ, തായ്ലാൻഡ്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഗ്രാൻഡ് പാലസ്. സവദിക, വെൽക്കം ടു തായ്ലാൻഡ് വ്ലോഗ്. ബാങ്കോക്കിലെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഗ്രാൻഡ് പാലസ്. ബാങ്കോക്ക് സുവർണഭൂമി എയർപോർട്ടിലാണ് മോർണിംഗ് നമ്മൾ ലാൻഡ് ചെയ്തത്. 38 കിലോമീറ്റേഴ്സ് ആണ് സുവർണഭൂമി എയർപോർട്ട് ടു ഗ്രാൻഡ് പാലസ്. എത്താൻ ഏകദേശം ഒരു 1 അവർ എടുത്തു. ട്രാഫിക് ഡിപ്പെൻഡ് ചെയ്തിട്ട് ടൈം അങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ബാങ്കോക്കിലെ മെയിൻ ആയിട്ടുള്ള കോസാൻ റോഡിലെ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഗ്രാൻഡ് പാലസിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെ വരും. 2 o'clock ആകുമ്പോഴേ നമുക്ക് റൂം കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ബാഗ് ഹോട്ടലിൽ കീപ്പ് ചെയ്യാം. 500 ബാത്താണ് ഗ്രാൻഡ് പാലസിന് ഒരാൾക്ക് എൻട്രി ഫീ. ഗ്രാൻഡ് പാലസിലേക്കുള്ള എൻട്രൻസിൻ്റെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ക്ലൂക്ക് എന്നൊരു ആപ്പ് ഉണ്ട്, അതുവഴിയും ടിക്കറ്റ് എടുക്കാം കേട്ടോ. രാവിലെ ഇവരുടെ പ്രെയറൊക്കെ കഴിഞ്ഞ് 11 o'clock ആയപ്പോഴാണ് ടൂറിസ്റ്റിനായി ഓപ്പൺ ചെയ്ത് തന്നത്. മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പം ഡ്രസ് കോഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഷോർട്സ്, സ്ലീവ്ലെസ് ഇതൊന്നും ഗ്രാൻഡ് പാലസിനുള്ളിൽ പറ്റില്ല. തായ് റോയൽ ഫാമിലിയുടെ മേജർ ആർക്കിടെക്ചറൽ സിംബലാണ് ഈ ഒരു ഗ്രാൻഡ് പാലസ്. ഗ്രാൻഡ് പാലസിലെ ടെമ്പിൾ ഓഫ് എമറാൾഡ് ബുദ്ധ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ്. ഈ കാണുന്ന സ്വർണ്ണത്തിളക്കൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. തായ് വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ച കൊത്തുപണികളോട് കൂടിയ ഈ ഒരു മനോഹരമായ ഗ്രാൻഡ് പാലസ് കോംപ്ലക്സ് ബാങ്കോക്കിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് പാലസിന്റെ പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ അതൊരു മാർച്ച് പാസ്റ്റ്. കൊള്ളാലോ, എന്നാൽ പിന്നെ അതും കൂടി കണ്ടിട്ട് പോവാം. ഇതാണ് ഞാൻ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്താണ് ഗ്രാൻഡ് പാലസ് എന്ന്. ഇതാ കാണുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് തായ് ഫുഡായാലോ. ഇതാണ് നമ്മളെ മെയിൻ ആള്, മാംഗോ സ്റ്റിക്കി റൈസ്. നല്ല മധുരമുള്ള മാംഗോ ഈ ഒരു സ്റ്റിക്കി റൈസിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കും. ഇതിലൊഴിക്കാൻ ഒരു സോസും കൂടെ ഉണ്ടാവും. ഒരു സ്വീറ്റ്നെസ് ഉള്ള ഈ സോസ് ഒഴിച്ചിട്ട് ആ മാംഗോയും കുറച്ച് റൈസും എല്ലാം കൂടെ ഇങ്ങോട്ട് വായിലിടുമ്പോൾ വാവ്, അടിപൊളി. ഒരു ദോശ ടൈപ്പ് സാധനത്തിൽ ന്യൂട്ടലിലെയും ബനാനയൊക്കെ ഇട്ടിട്ട് മടക്കിയിട്ടുള്ള ഒരു ഐറ്റാണിത്. പിന്നെ ഇതാ പ്രോൺസ് ഉണ്ട്, ന്യൂഡിൽസ് ഉണ്ട്. ഇവരുടെ മെയിൻ ഒരു ഐറ്റമാണ് പടുത്തായി. അതിവിടെ വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. പിന്നെ ഈ കാണുന്ന ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ക്രോക്കഡൈലിനെ കഴിക്കണമെങ്കിൽ അതും ആവാം. ക്രോക്കഡൈൽ മീറ്റ് അവർ ഗ്രില്ല് ചെയ്ത് തരും. പാറ്റ, പുഴു, തേള് തുടങ്ങിയവ ട്രൈ ചെയ്യേണ്ടവർക്ക് അതുമുണ്ട്. 100 ബാത്ത് 200 ബാത്ത് ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ റേറ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷോപ്പിങ്ങിനാണെങ്കിൽ പ്രാറ്റൂണോ മാർക്കറ്റ് ബെസ്റ്റാണ്. ഈ ഒരു മാർക്കറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പ്ലാറ്റിനം ഷോപ്പിംഗ് മാളും ഉണ്ട്. ബാങ്കോക്കിലേക്കാണ് ട്രിപ്പ് വരുന്നതെങ്കിൽ കുറച്ച് ഡ്രസ്സുമായിട്ട് വരുന്നത് നല്ലത്. ഇത്രയും ഷോപ്പിംഗ് സ്ട്രീറ്റും മാളും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എന്തിനാ കൂടുതൽ ഡ്രസ്സ്? ഇവിടെ വന്നിട്ട് ഷോപ്പ് ചെയ്യാലോ. അങ്ങനെ ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന കോസൻ റോഡിലേക്ക് പോവാണ്. ടാക്സിക്കാരും ടുക് ടുക്കൊക്കെ കുറച്ച് പറ്റിക്കലാണെങ്കിലും ടുക് ടുക്കിൽ ഇങ്ങനെ പോവാൻ അടിപൊളിയാണ് കേട്ടോ. ബോൾട്ട് ആപ്പാണ് ബെസ്റ്റ് ഓപ്ഷൻ. ടുക് ടുക്ക് നമ്മുടെ ഓട്ടോറിക്ഷ പോലത്തെ ഒരു വണ്ടിയാണ്.
പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടുക് ടുക്കിലെ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു. അങ്ങോട്ട് ഓടി കയറുന്നതിന് മുന്നേ പ്രൈസൊക്കെ ഒന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്താൽ നല്ലതാട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ഫോട്ടോ ഇല്ലേ, അതാണ് ഇവിടുത്തെ കിങ്. ഇവിടെ എല്ലായിടത്തും കിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട്. നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കോഴ്സൺ റോഡിലാണ്. ഇത് ശരിക്കും ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. ഈവനിങ് ആയാൽ പിന്നെ സ്ട്രീറ്റ് ഫുഡും ഡ്രിങ്ക്സും പാർട്ടിയും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഒരു വൈബ് സ്ഥലമാണിത്. എന്നാൽ പിന്നെ ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ഇന്നത്തെ യാത്ര സ്കൂട്ടറിലാവട്ടെ. ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രാഫിക്കിനിടയിൽ കാറിനേക്കാൾ ബെസ്റ്റ് ഓപ്ഷൻ സ്കൂട്ടർ തന്നെയാണ്. ബാങ്കോക്കിലെ ഫേമസ് ആയിട്ടുള്ള ആൻഷ്യൻ സിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത്. 700 ബാത്താണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. 200 ബാത്തും കൂടെ എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ഈ ഒരു ബഗ്ഗിയിൽ ഫുൾ ചുറ്റിക്കാണാം. ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററാണ് സമുദ്രക്കാൻ എന്ന പ്രൊവിൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ആൻഷ്യൻ സിറ്റിയിലേക്ക്. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് പ്രൈവറ്റ് ഓപ്പൺ എയർ മ്യൂസിയം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ഒരു ദിവസം മുഴുവൻ ചുറ്റി നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. ഏകദേശം 315 ഏക്കറോളം ഉണ്ട് ഈ ഒരു ആൻഷ്യൻ സിറ്റി. മുവാങ് ബൊറാൻ എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് ഇതിന്. തായ്ലാൻഡിൻ്റെ സ്ട്രക്ചറിലുള്ള ആൻഷ്യൻ സിറ്റി ചുറ്റി കാണാൻ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് സൈക്കിൾ കിട്ടും. ഈ ഒരു ചൂടത്ത് സൈക്കിളിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ ബഗ്ഗിയാണ്. പിന്നെ സൺഗ്ലാസും സൺസ്ക്രീനും ക്യാപ്പും അത് മസ്റ്റാണേ, അതാരും മറക്കണ്ട. ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് ഇവിടുത്തെ ഒരു മാപ്പും കൂടി കിട്ടും. ആ മാപ്പ് വെച്ച് ഓരോ സംഗതികളും എവിടേക്കാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പ് തുടങ്ങി ടൂറിസ്റ്റിന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോപ്സൊക്കെ ഉള്ളിലുണ്ട്. ഇത്രയും ടൂറിസ്റ്റൊക്കെ വന്നിട്ടും ഇവിടെ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ ടെമ്പിൾസും ഹിസ്റ്റോറിക് ബിൽഡിങ്സിനുമെല്ലാം ബുദ്ധക്ഷേത്രങ്ങളുമായിട്ട് നല്ല സാമ്യത തോന്നുന്നുണ്ട്. ഈ കാണുന്നത് പട്ടായയിലെ സാങ്ച്വറി ഓഫ് ട്രൂത്തിൻ്റെ മിനിയേച്ചറാണ്. ബാങ്കോക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആൻഷ്യൻ സിറ്റി എന്തായാലും നിങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കോളൂ. നിർമ്മിതിയിൽ നമ്മൾക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ടെമ്പിൾസും ഫ്ലോട്ടിംഗ് മാർക്കറ്റും ഹിസ്റ്റോറിക് ബിൽഡിങ്സും തുടങ്ങി നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഗൂഗിളിൽ തായ്ലാൻഡിനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഐക്കോണിക് ബിൽഡിംഗ് ഉണ്ട്, വാട്ടറുൺ ടെമ്പിൾ. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ചാവോപ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വാട്ടറുൺ ടെമ്പിളിലേക്ക് ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. 200 ബാത്താണ് ഇങ്ങോട്ടേക്കുള്ള ഒരാളുടെ ടിക്കറ്റ് പ്രൈസ്. കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വ്യത്യസ്തത പുലർത്തുന്ന കൺസ്ട്രക്ഷനോട് കൂടിയ ഒരു ടെമ്പിളാണിത്. തായ്ലാൻഡിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അതിനായി ഡ്രസ്സ് റെൻറ്റിനെടുക്കാനുള്ള സൗകര്യമുണ്ട്. ചില ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഡ്രസ്സ് റെൻറ്റിനെടുത്ത് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാം. അടുത്ത നമ്മളുടെ ഡെസ്റ്റിനേഷനാണ് സഫാരി പാർക്ക് ആൻഡ് മറൈൻ പാർക്ക്. സഫാരി പാർക്ക് ഒരു ഓപ്പൺ സൂ ആണ്. ഒരു ഫോറസ്റ്റ് ലൈക്ക് സെറ്റപ്പൊക്കെ ഇവർ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രൈവറ്റ് വെഹിക്കിളായിട്ട് ഇതിനുള്ളിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്തെല്ലാം കാണാം. പക്ഷേ ആനിമൽസിനെ കണ്ട് എക്സൈറ്റഡായി ഫോട്ടോ എടുക്കാൻ ചാടി ഇറങ്ങുകയും ഫീഡ് ചെയ്യുകയൊന്നും ചെയ്യാൻ പാടില്ല. രാവിലെ 9 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുക. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബസ്സുണ്ട്. ആ ബസ്സിൽ ഈ സൂ ഫുള്ള് നമ്മളെ ചുറ്റി കാണിക്കും.
9 മണിക്ക് തന്നെ എത്തിച്ചേരാൻ നോക്കുന്നതായിരിക്കും ബെറ്റർ. എന്നാലേ നമുക്ക് ഈ ഒരു മറൈൻ പാർക്കും സഫാരി പാർക്കും ഫുള്ളൊന്ന് ചുറ്റിക്കാണാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ലയണ്, ടൈഗർ, സീബ്ര, റൈനോ, ജിറാഫ് തുടങ്ങി ഡിഫറെൻറ്റ് ആനിമൽസും വെറൈറ്റി ഓഫ് ബേർഡ്സ് ഒക്കെ ഈ സൂവിലുണ്ട്. ഏകദേശം ഒരു 200 ഏക്കറോളം വരുന്നുണ്ട് ഈ ഒരു സൂ. ബസ്സിൽ നമ്മളൊരു 1.5 മണിക്കൂർ ഇതിനുള്ളിലൂടെ ഡ്രൈവും കഴിഞ്ഞ് അവർ മറൈൻ പാർക്കിൻ്റെ മുന്നിൽ നമ്മളെ ഇറക്കി വിടും. ഇനി നടന്ന് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം, കൂടെ ആനിമൽ ഷോസും. ഒറാങ്ങുട്ടാൻ ഷോ, എലിഫൻറ്റ് ഷോ, ഡോൾഫിൻ ഷോ തുടങ്ങി പലതരം ഷോസ് നമുക്കിവിടെ കാണാനുണ്ട്. ടിക്കറ്റ് എടുക്കുമ്പം തന്നെ ഈ ഒരു മറൈൻ പാർക്കിൻ്റെ മാപ്പും ഓരോ ഷോസിൻ്റെ ടൈമിങ്ങും എല്ലാം നമുക്ക് കിട്ടും. അത് വെച്ച് ഓരോ ലൊക്കേഷനും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒറാങ്ങുട്ടാൻ ഷോ ആണ് കേട്ടോ. നല്ല ഫൺ ആൻഡ് എൻ്റർടൈനിങ് ആയിരുന്നു ഈ ഒരു ഷോ. ഞാൻ ഇതുവരെ കാണാത്ത തരം ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കിഡ്സിനെ എല്ലാം ഹാപ്പി ആക്കുന്ന തരത്തിലുള്ള ഫണ്ണായിട്ടുള്ള ഷോസാണ് കൂടുതലും. ഓരോ ഷോ കഴിയുമ്പോഴും മാപ്പ് നോക്കി അടുത്ത ഷോയും അതിൻ്റെ ടൈമിങ്ങും ലൊക്കേഷനും ഒക്കെ നോക്കി വെച്ച് അങ്ങോട്ടേക്ക് നീങ്ങുന്നതായിരിക്കും ബെറ്റർ. എന്നാലേ നമുക്ക് ഈ മുഴുവൻ ഷോസും മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. ഓറാങ്ങുട്ടാൻ ഷോ കഴിഞ്ഞ് അടുത്ത എലിഫൻറ്റ് ഷോയ്ക്കുള്ള ലൊക്കേഷനും തപ്പിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഈ നടക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ആനിമൽസും ബേർഡ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടക്കാം. ഫുഡിനും ഡ്രിങ്ക്സിനുള്ള ഷോപ്സൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മളിത് എലിഫൻറ്റ് ഷോ നടക്കുന്ന ലൊക്കേഷൻ കണ്ടുപിടിച്ചു. എലിഫൻറ്റ് ഷോ എന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ. എക്സ്ട്രാ തായ് ബാത്ത് കൊടുത്താൽ എലിഫൻറ്റ് വരച്ച പിക്ചർ നമുക്ക് വാങ്ങാനും എലിഫൻറ്റിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഷോ കഴിയാൻ നേരം എലിഫൻറ്റിനൊരു വെള്ളം ചീറ്റലുണ്ട്. അതുകൊണ്ട് ഏറ്റവും താഴെ ഇരുന്നാൽ നമ്മൾ ഫുൾ നനയും. അടുത്തതായി കാണാനുള്ള ഷോ ഡോൾഫിൻ ഷോ ആണ്. അത് 1:45 സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് ഫുഡൊക്കെ കഴിച്ച് ലൊക്കേഷൻ തപ്പിപ്പിടിച്ച് ചെല്ലാനുള്ള ടൈമുണ്ട്. ഇതാണ് ഒറാങ്ങുട്ടാൻ്റെ കൂടെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഫോട്ടോഷൂട്ട്. ഇതിന് എക്സ്ട്രാ 800 ബാത്താണ്. മാപ്പ് നോക്കി ഡോൾഫിൻ ഷോൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് ഇനി മെല്ലെ അങ്ങോട്ട് നടന്നു തുടങ്ങാം. ഇവിടെ കൂടുതലായിട്ട് ഇന്ത്യൻസിനെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഡോൾഫിൻ ഷോ തുടങ്ങുന്നതിന് മുന്നേ ഇന്ത്യൻസിനെ പ്രത്യേകമായിട്ട് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. സഫാരി പാർക്കിനോട് ബൈ ബൈ പറഞ്ഞിറങ്ങിയിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ പട്ടായയ്ക്ക് പോവാണ്. ബസ്സിലാണെങ്കിൽ ബാങ്കോക്കിൽ നിന്ന് 2.5 മണിക്കൂറാണ് പട്ടായയ്ക്കുള്ളത്. ആ കാണുന്നത് 2 ദിവസം മുന്നേ ഇവിടെ എർത്ത് ഉണ്ടായപ്പം തകർന്ന ബിൽഡിംഗ് ആണ്. ഇപ്പോഴും ആൾക്കാർ അതിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പട്ടായയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗിൽ കാണാം.